HOD ആയെന്നും പറഞ്ഞ് ഇങ്ങനെ വട്ടാവോ? നമുക്ക് ഇവൻ പറയണതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്നൊന്ന് അന്വേഷിച്ച് നോക്കാം. എന്ത് എടാ സ്കിബിടി സ്കിബിടി കബഡിയാ മലയാളത്തിൽ പറയണ കുരിപ്പേ എടാ നികുണ്ടതല്ലേ ആസാൻ സ്വന്തമായിട്ടൊരു പൊളപ്പം താറുള്ള ആളാ. എന്നാലും ആഴ്ച 3 ദിവസം കോളേജ് ബസ്സിലേ വരത്തുള്ളൂ പിള്ളേർ ഓടിരിക്കാൻ. എന്തോ അടങ്ങിയത് ഇയാളെ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ അത്ര ഓവറല്ല. ലോഗോ ഇനോഗ്രേറ്റ് ചെയ്യാനായി ലോഗോ ഡിസൈൻ ചെയ്ത രഞ്ജിത്ത് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ട്രയാങ്കിൾ കണ്ണു ഒള്ളി. എടാ അങ്ങനെ ഡിസൈൻ ചെയ്ത ലോഗോയിൽ ട്രയാങ്കിൾ കണ്ണു ഇല്ലൂമിനാറ്റി വന്നു. സ്വന്തം പട്ടിനെ പട്ടിണക്ക് ഇടുവാട്ടോ. എടാ ഈ ബ്രാൻഡ് എങ്ങനെയാ? ബ്രാൻഡല്ല ബ്രീഡ്. ഞാനിപ്പോ അയാളെ സ്വപ്നം കാണാനൊക്കെ തുടങ്ങി. അത് ഡാർക്കാണ്. ഇങ്ങനെ നീയൊക്കെ വന്നോ നാളെ പ്രേമിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടോ? ഡൗട്ടൊക്കെ ക്ലാസ്സിൽ വെച്ച് ചോദിക്കുന്നത്. ഇവൻ പറഞ്ഞ ശരിയാണേ ഉണ്ടല്ലോ. ഒരു ഷോർട്ട് ഗൺ എടുത്ത് ഇങ്ങനെ 2 വെടി കണ്ണിൽ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ട് രഞ്ജിത്ത് സാറാണ് നമ്മുടെ കോളേജിലെ ഏറ്റവും പൊളി സാറ്. ചുരുക്കി പറഞ്ഞ അക്ഷരം തെറ്റാണ് സാറെന്ന് വിളിക്കാം. പിന്നെ ഇവൻ പറഞ്ഞ പോലെ കൂടോത്രത്തിനും മന്ത്രവാദത്തിനൊന്നും ഒരു തെളിവില്ല. ഞാൻ വിശ്വസിക്കില്ല കേട്ടോ തോന്നുന്നു. പക്ഷെ അതല്ലടാ, നിങ്ങൾ ആരെങ്കിലും അയാളെ ചിരി ശ്രദ്ധിച്ചിട്ടുണ്ടാ? അയാൾ സാധാ ചിരിയല്ല, ആരും കാണാത്ത സമയത്താണ് ഒരു ചിരി. അതിലെന്തോ ഒരു പന്തികേടുണ്ട്. ഒന്നായി ഒന്നായി ഉരുളണ കണ്ടോ നീ, ഇത് ഒരു ആരംഭം താൻ, ഇനി കളി മാറുന്നേ. ഇല്ലൊരു പോംവഴി നിൻവഴി പെരുവഴി മുറുകേണ്ട കെട്ടാണേ. ഉമ്മടെ മുറവിളി ജീവന് നിലവിളി അടിമുടി കൂട്ടാണ്. എന്നോട് കയ്യിൽ പന്തെന്നോട് കോട്ടി, നിൻ സ്വർഗവും നരകവും ഭൂമിയിലാണ് ഇനി എന്നോട് മുന്നിൽ. എന്നോട് കയ്യിൽ പന്തെന്നോട് കോട്ടി, നിന്റെ കണ്ണിലെ നീരിത് പുഞ്ചിരി നൽകണിത് എന്നോട് ചുണ്ടിൽ. എടാ അയാളുടെ മോട്ടീവ് ഇപ്പോഴാണ് കറക്റ്റായത്. ക്വാളിഫിക്കേഷൻ വെച്ച് ഷാജി സാറ് പോയ അടുത്ത HOD രഞ്ജിത്ത് സാർ എന്ന് അയാൾക്കറിയാം. നല്ല മോട്ടീവ്. ഒന്ന് പോയടാ. എടാ ഇവൻ പറയുന്ന പോലെ അങ്ങനെ മന്ത്രവാദമൊക്കെ വശമുണ്ടെങ്കിൽ ഇവിടെ ചൂടായിട്ട് കെട്ടിക്കിടക്കേണ്ട കാര്യമുണ്ടോ? അത് ഈ കോളേജിൽ അവൻ്റെ ഒരു സേതുറാമിയർ CBSE. എടാ ഇതാ മന്ത്രവാദത്തിന്റെ ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിലോ ഏത്? എടാ ഞാൻ നിങ്ങളോടൊക്കെ 1000 തവണ പറഞ്ഞിട്ടുണ്ട് ആ ബാഗ് ശ്രദ്ധിക്കാൻ. ആ ഓജോബോർഡ് പോലത്തെ സാധനം ആ ബാഗിനകത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ബാഗ് ഫുൾ ടൈം അയാളുടെ കൂടെ തന്നെ ഉണ്ട്. അയാൾ എവിടെ പോയാലും ആ ബാഗ് കൊണ്ടേ പോകത്തുള്ളൂ. അപ്പൊ അതിലെന്തോ ഇല്ലേ? എടാ അതിവിദഗ്ധമായിട്ട് ആ ബാഗ് അടിച്ച് മാറ്റണം. പോയി എടുത്തുണ്ടോ? വേണ്ട, പിന്നെ വരാം. ഇതിനകത്ത് ഇട്ടാ പോരെ, ആരും കാണത്തില്ല. പോടാ.